ഹായ് ജിയേഴ്സ്, എല്ലാവർക്കും എജുമേറ്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 6ാമത്തെ യൂണിറ്റായ കാട്ടിലെ ഉത്സവം എന്ന പാഠഭാഗമാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നോക്കൂ കൂട്ടുകാരെ, എന്താ അവിടെ നോട്ടീസിൽ പറയുന്നത്? പ്രിയരെ, സർക്കസ്, മരണക്കിണർ, അഭ്യാസ പ്രകടനങ്ങൾ, കച്ചവട ചന്തകൾ, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ വരുവിൻ, കാണുവിൻ, ആസ്വദിക്കുവിൻ എന്നാണ് അവിടെ വിളിച്ചു പറയുന്നത് അല്ലേ. മയിലിൻ്റെ നൃത്തം. ഇന്ന് മയിലാശാന്റെ നൃത്തമുണ്ട്. മയിലാശാന്റെ ചിത്രം നോക്കൂ. നിറം കൊടുത്ത് ഭംഗിയാക്കാലോ. താഴെ കൊടുത്തവയുടെ ഉത്തരം വരുന്ന കളങ്ങളിൽ മാത്രം നിറം കൊടുക്കൂ. കളങ്ങളിലെ നിറം തന്നെ ഉത്തരത്തിനും കൊടുക്കണം. വെള്ള നിറത്തിലുള്ളവയുടെ ഉത്തരങ്ങൾക്ക് നിറം കൊടുക്കേണ്ടതില്ല. നമുക്ക് അതെല്ലാം ഒന്ന് ചെയ്തു നോക്കാം. എത്രയാണ് മക്കളെ? 15 നിന്ന് 12 കുറച്ചാൽ 15 കുറക്കണം 12 സമം 3 എന്ന് നമ്പർ ഇട്ട ഭാഗങ്ങളിലെല്ലാം നമ്മൾ വയലറ്റ് നിറം കൊടുക്കണം. ഇനി അടുത്ത് നോക്കൂ. 12 കുറക്കണം 10 എത്രയാണ്? 2. പിന്നെ വെളുത്ത നിറമുള്ളിടത്ത് നമ്മൾ നിറങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 19 കുറക്കണം 10 എത്രയാണ്? 9. അടുത്തത് നോക്കൂ. 10 കുറക്കണം 5 എത്രയാണ്? 5. 20 കുറക്കണം 10 10. 3 കുറക്കണം 2 1 അല്ലേ. 19 കുറക്കണം 11 എത്രയാണ്? 8. 19 കുറക്കണം 12 സമം 7. 12 കുറക്കണം 1 എത്രയാണ് മക്കളെ? 12 നിന്ന് 1 പോയാൽ 11. 8 കുറക്കണം 2 8 നിന്ന് 2 കുറച്ചാൽ നമുക്ക് 6 കിട്ടുന്നത്. 8 കുറക്കണം 4 സമം 4 തന്നെയാണല്ലേ. 15 കുറക്കണം 3 എത്രയാണ്? 12 ആണല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മയിലിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടല്ലേ. ആ നമ്പറുകളിൽ എല്ലാം ഈ ഓരോരോ നിറങ്ങൾ കൊടുക്കണം. ഓക്കെ. ടീച്ചർ ഇവിടെ ടീച്ചറെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുത്തു തന്നിട്ടുണ്ട്, ഒരു ഉദാഹരണം പോലെ. അപ്പോൾ മക്കളെ ഇതുപോലെയല്ല, ഇതിനേക്കാൾ വൃത്തിക്ക് ചെയ്യണം കേട്ടോ. അടുത്ത എന്താ നോക്കൂ. സ്റ്റേജ് ഷോ, നൃത്ത പരിപാടി കാണാൻ എല്ലാവരും എത്തി. അവിടെ നമുക്കൊരു ബോർഡുണ്ട്. എന്താണ് ആ ബോർഡിൽ തന്നിട്ടുള്ളത്? ടിക്കറ്റ് നിരക്ക് മുതിർന്നവർ 8 രൂപ, കുട്ടികൾ 6 രൂപ. അതിന് താഴെ നോക്കൂ. കുരങ്ങച്ചനും കുരങ്ങനും കൂടിയാണ് വന്നത്. 2 പേർക്കും ടിക്കറ്റ് എടുത്തു. ഒരു 20 രൂപ നോട്ട് കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ കുരങ്ങച്ചന് 8 രൂപയും കുരങ്ങന് 6 രൂപയുമാണ് ഉള്ളതല്ലേ. അപ്പോൾ ആകെ എത്ര രൂപ ഉണ്ടാവും? 8 കൂട്ടണം 6. 8ലേക്ക് 6 കൂട്ടിയാൽ എത്രയായിരിക്കും മക്കളെ? മക്കൾ ഒരു 6 വിരലെടുക്ക്. എന്നിട്ട് 8 മുതൽ 9 മുതൽ നമുക്ക് എണ്ണി നോക്കാം. 9 10 11 12 13 14 അല്ലേ. 14 ആയിരിക്കും. അവിടെ നമുക്ക് 14 എന്ന് എഴുതാം. ഇനി നോക്കൂ. 20 നിന്ന് 14 കുറച്ചാൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചാലോ. എത്രയാണ് മക്കളെ? 20 നമുക്ക് 15 കൂട്ടണം 5 എന്ന് എഴുതാം. കുറക്കണം 14 10 കൂട്ടണം 4 എന്ന് എഴുതാം. 5 നിന്ന് 4 കുറച്ചാൽ 1. അതുപോലെ 15 നിന്ന് 10 കുറച്ചാൽ 5. 5 കൂട്ടണം 1 സമം 6. അപ്പോൾ 20 നിന്ന് 14 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 6. ബാക്കി കണക്കാക്കാൻ 20 നിന്ന് 14 കുറക്കണം. ബാക്കി കണക്കാക്കാൻ 8ഉം 6ഉം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ 14. ആകെ ഉള്ള 20 ഒന്ന് കുറക്കണം. 20 നിന്ന് 14 കുറച്ചാൽ എത്രയാണ്? നോക്കൂ. 20 നിന്ന് 10 കുറച്ചാൽ 10. 10 നിന്ന് 4 കുറച്ചാൽ 6 അല്ലേ. അപ്പോൾ 20 നിന്ന് 14 കുറച്ചാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ. ഇനി മറ്റൊരു രീതി നോക്കൂ. ഇങ്ങനെയും കണക്കാക്കാം. 10 കൂട്ടണം 10 കുറക്കണം 10 കൂട്ടണം 4. 10ഉം 10ഉം കൂട്ടിയാൽ 20. 10ലേക്ക് 4 കൂട്ടിയാൽ 16. 10ഉം 10ഉം കുറച്ചാൽ എത്രയാണ്? 0 അല്ലേ. അതുപോലെ 10 നിന്ന് 4 കുറച്ചാൽ 6 കിട്ടുക. അപ്പോൾ 0 കൂട്ടണം 6 എത്ര തന്നെയാണ്? 6 തന്നെയാണ്. ഇനി ആ സീബ്ര എന്താ പറയുന്നത് നോക്കൂ. 20 സമം 10 കൂട്ടണം 10. 14 സമം 7 കൂട്ടണം 7. 10ൽ നിന്ന് 7 കുറച്ചാൽ 3. അടുത്ത 10ൽ നിന്ന് 7 കുറച്ചാലും 3 തന്നെ.
അപ്പോൾ 20 നിന്ന് 14 കുറച്ചാൽ എത്രയായിരിക്കും? 3 കൂട്ടണം 3 സമം 6. അടുത്തത് പറക്കൽ മത്സരമാണ്. മേഘമലയിൽ പറക്കൽ മത്സരം. മത്സരത്തിൽ 20 പരുന്തുകളുണ്ട്. തത്തമ്മ എന്താ പറയുന്നത്? ഇത്തവണ സമ്മാനം നേടണം. ജിറാഫോ? ചക്കിപ്പരുന്തിന്റെ ചിറകൊടിഞ്ഞു, മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. മാൻ എന്താ പറയുന്നത്? അപ്പോൾ ബാക്കി 19 പരുന്തുകൾ പങ്കെടുക്കും. ആകെ 20 പരുന്തിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ ബാക്കി 19. പറക്കൽ മത്സരം ഇന്നാണ്. കാക്കകൾ കുടുംബസമേതം വന്നു. 29 പേരുണ്ട്. എത്ര കാക്കകളാണുള്ളത്? 29 കാക്കകളാണുള്ളത്. കാക്കകളാണോ പരുന്തുകളാണോ കൂടുതൽ? കാക്കകളാണോ പരുന്തുകളാണോ മക്കളെ കൂടുതലായിട്ടുള്ളത്? പരുന്തുകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 19 എണ്ണം. കാക്കകളോ? 29 എണ്ണം. ആരാണ് കൂടുതൽ? കാക്കകളാണല്ലേ. ഇനി അടുത്തത് എന്താ? എത്ര കൂടുതൽ? കാക്കകൾ പരുന്തിനേക്കാൾ എത്ര എണ്ണം കൂടുതലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 29 നിന്ന് 19 കുറക്കണം. അവിടെ എന്താ തന്നിട്ടുള്ളത്? 29 കുറക്കണം 19. 29 നിന്ന് 9 കുറച്ചാൽ എത്രയാണ്? 20 ആണ്. 20 നിന്ന് 10 കുറച്ചാലോ? 10. നോക്കൂ, 29 കുറക്കണം 9 സമം 20. ആ 20 നിന്ന് പിന്നെ 10 കുറക്കുകയാണ് ചെയ്തത്. 20 കുറക്കണം 10 സമം 10. അപ്പം എത്രയായിരിക്കും? 10 എണ്ണം കൂടുതലാണല്ലേ. ഇനി അതിന് താഴെ ഇങ്ങനെയും എഴുതാമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 20 കൂട്ടണം 9 കുറക്കണം 10 കൂട്ടണം 9. 20 നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 10 തന്നെയാണ്. 9 നിന്ന് 9 കുറച്ചാൽ 0. പിന്നെന്താ ചെയ്തേ? കുറച്ച് കിട്ടിയത് തമ്മിൽ കൂട്ടി അല്ലേ. 10 കൂട്ടണം 0 സമം 10. അപ്പോൾ കാക്കകൾ പരുന്തുകളേക്കാൾ 10 എണ്ണം കൂടുതലാണ്. കാക്കകൾ 2 മരക്കൊമ്പിലായി ഇരിക്കുകയാണ്. കുരങ്ങൻ എണ്ണി നോക്കി. ഒരു കൊമ്പിൽ 18 പേരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിൽ എത്ര പേരുണ്ട്? അപ്പോൾ അതെങ്ങനെയാ ചെയ്യാ മക്കളെ? ആകെ കാക്കകൾ 29 എണ്ണാണല്ലേ. ഒന്നാമത്തെ കൊമ്പിൽ 18 പേരുണ്ട്. രണ്ടാമത്തെ കൊമ്പിൽ എത്ര ഉണ്ടാവും? ബാക്കിയുള്ളവരെല്ലാം രണ്ടാമത്തെ കൊമ്പിലായിരിക്കും അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ആകെ 29 ആണ്. ഈ 29 നിന്ന് ഒന്നാമത്തെ കൊമ്പിലുള്ള 18 കുറച്ചാൽ മതി. ആ ബോക്സിൽ നോക്കൂ, 29 നിന്ന് 18 കുറക്കണം. 29 നിന്ന് 10 കുറച്ചാൽ 19 ആണ്. 19 നിന്ന് 8 കുറച്ചാൽ 11. അപ്പോൾ 29 കുറക്കണം 18 സമം എത്രയാണ്? 11 ആണ്. ഓക്കെ. ഇനി നോക്കൂ, 29 കുറക്കണം 18 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 20 കുറക്കണം 10 സമം 10 ആണ്. 9 കുറക്കണം 8 സമം 1 ആണ്. ഇനി എന്താ ചെയ്യുക? ആ 10ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 29 കുറക്കണം 18ൻ്റെ ഉത്തരം കിട്ടും. സമം 11. മറ്റൊരു രീതി നോക്കൂ, ഇങ്ങനെയും എഴുതാം. 20 കൂട്ടണം 9 കുറക്കണം 10 കൂട്ടണം 8. 20ലേക്ക് 9 കൂട്ടിയാൽ 29 ആണ്. 10ലേക്ക് 8 കൂട്ടിയാൽ 18 ആണ് കേട്ടോ. 20 നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 10. 9 നിന്ന് 8 കുറച്ചാൽ 1. ഓക്കെ. അപ്പോൾ 10 കൂട്ടണം 1 സമം 11. ഇനി നോക്കൂ, രണ്ടാമത്തെ കൊമ്പിലുള്ളതിനേക്കാൾ എത്ര കാക്കകളാണ് ഒന്നാമത്തെ കൊമ്പിൽ കൂടുതലായി ഉള്ളത്? ഒന്നാമത്തെ കൊമ്പിൽ എത്ര കാക്കകൾ ഉണ്ടായിരുന്നു? 18 എണ്ണം ആണല്ലോ. രണ്ടാമത്തെ കൊമ്പിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു 11 എണ്ണം. അപ്പോൾ എത്ര കൂടുതലുണ്ട്? കൂടുതൽ എത്രയെന്ന് കണക്കാക്കാൻ 18 നിന്ന് 11 കുറക്കണം. ഞാൻ കണക്കാക്കിയത് ആദ്യം 18 നിന്ന് 10 കുറച്ചു. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. പിന്നെ എന്താ ചെയ്തേ? 8 നിന്ന് 1 വീണ്ടും കുറച്ചു. അപ്പോൾ 7 എന്ന് കിട്ടി. കൂട്ടുകാർ ചെയ്തത് 18 നിന്ന് 8 കുറച്ചാൽ 10, 10 നിന്ന് 3 കുറച്ചാൽ 7. അങ്ങനെ എങ്ങനെ ചെയ്താലും എത്രയാണ്? 7 എന്ന് തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. മറ്റൊരു രീതി നോക്കൂ, 10 കൂട്ടണം 8 കുറക്കണം 10 കൂട്ടണം 1. 18 നിന്ന് 11 കുറക്കുകയാണ് അല്ലേ. 10 നിന്ന് 10 കുറച്ചാൽ 0, 8 നിന്ന് 1 കുറച്ചാൽ 7. മക്കൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് നോക്കൂ, മത്സരത്തിൽ പങ്കെടുക്കാൻ തത്തകളും എത്തി. താഴെ കൊമ്പിൽ 7 പേർ ഇരുന്നു.
ബാക്കിയുള്ളവർ മുകളിലെ കൊമ്പിലും. മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ 2 കൊമ്പിലും ഒരേ എണ്ണമാകും. അപ്പൊ മുകളിൽ എത്ര പേരുണ്ടാവും മക്കളെ? നമുക്ക് നോക്കാം. അപ്പോൾ മുകളിലെ കൊമ്പിൽ എത്ര തത്തകളുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായോ എത്ര എണ്ണം ഉണ്ടാകുന്ന? എന്താണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്? താഴെ കൊമ്പിൽ 7 പേരുണ്ട് അല്ലേ? മുകളിലത്തെ കൊമ്പിൽ നിന്ന് ഒരാൾ കൂടി വന്നാൽ 2ഉം തുല്യമാവും. 7ലേക്ക് 1 കൂട്ടിയാൽ എത്രയാണ്? 8. അപ്പോൾ മുകളിലെ കൊമ്പിൽ എത്ര തത്തകളുണ്ടാകും? 8ലേക്ക് 1 കൂട്ടുക അല്ലേ? അപ്പം എത്ര തത്തകൾ ഉണ്ടാകും? മുകളിലത്തെ കൊമ്പിൽ ആദ്യം 9 തത്തകൾ ഉണ്ടാകും. ഓക്കെ, നോക്കൂ, ആകെ എത്ര തത്തകൾ? ആകെ എത്ര തത്തകൾ ഉണ്ടാവും? എങ്ങനെ നമ്മൾ കണക്കാക്കുക? 9 കൂട്ടണം 7. 9ലേക്ക് 7 കൂട്ടിയാൽ എത്രയാണ്? 10ലേക്ക് 7 കൂട്ടിയാൽ 17 ആണ്. 9ലേക്ക് 7 കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 17ൽ നിന്ന് 1 കുറച്ചാൽ മതി അല്ലേ? നമുക്ക് 16 എന്ന് ഉത്തരം കിട്ടും. 9 കൂട്ടണം 7 സമം 16. തത്തകളേക്കാൾ എത്ര കാക്കകൾ കൂടുതലുണ്ട്? ആകെ കാക്കകളുടെ എണ്ണം എത്രയായിരുന്നു മക്കളെ? 29 ആയിരുന്നു അല്ലേ? തത്തകളോ 16. അപ്പൊ എന്താ ചെയ്യാം? 29 കുറക്കണം 16. എങ്ങനെ കണക്കാക്കുക? 20 കൂട്ടണം 9 കുറക്കണം 10 കൂട്ടണം 6. 20ൽ നിന്ന് 10 കുറച്ചാൽ 10 പ്ലസ് 9ൽ നിന്ന് 6 കുറച്ചാൽ 3. എന്നിട്ട് 10 കൂട്ടണം 3 ചെയ്യാം. അപ്പം എത്ര ഉണ്ടാവും? 13 കാക്കകൾ കൂടുതലാണല്ലേ? കുരുവികൾ. മത്സരത്തിൽ പങ്കെടുക്കാൻ കുരുവികളും എത്തി. ആകെ 35 കുരുവികൾ. അവർ 3 കൊമ്പുകളിലായി ഇരുന്നു. ഒന്നാം കൊമ്പിൽ 11 കുരുവികൾ, രണ്ടാം കൊമ്പിൽ ഒന്നാം കൊമ്പിലേക്കാൾ 6 കുരുവികൾ കുറവ്. മൂന്നാം കൊമ്പിൽ എത്ര കുരുവികൾ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ കൊമ്പിൽ എത്ര കുരുവികൾ ഉണ്ടായിരുന്നു? 15. രണ്ടാമത്തെ കൊമ്പിലോ? ഒന്നാമത്തെ കൊമ്പിനേക്കാൾ 6 കുറവ് എന്നാണ് പറയുന്നത് അല്ലേ? 15ൽ നിന്ന് 6 കുറക്കണം. എത്രയായിരിക്കും കിട്ടുന്നത്? 15ൽ നിന്ന് 6 കുറച്ചാൽ 9 ആയിരിക്കും ഉത്തരം അല്ലേ? പിന്നെന്താ ചോദിച്ചത്? മൂന്നാം കൊമ്പിൽ എത്ര കുരുവികൾ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ എന്താ ചെയ്യുക? ഈ 15ഉം 9ഉം കൂട്ടി നോക്കുക. എന്നിട്ട് 35ൽ നിന്ന് അത് കുറച്ച് നോക്കണം. 2 കൊമ്പിലും കൂടി ആകെ എത്രയുണ്ട്? 15 കൂട്ടണം 9 സമം എത്രയാണ് മക്കളെ? 15ലേക്ക് 9 കൂട്ടിയാൽ എത്രയാണ്? 24 ആണ്. 3 കൊമ്പിലും കൂടി ആകെ എത്ര കുരുവികളുണ്ട്? 35 ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് മൂന്നാമത്തെ കൊമ്പിലുള്ളവരെ കണ്ടുപിടിക്കുക? ആകെ കുരുവികളിൽ നിന്ന് 2 കൊമ്പിലും കൂടി ആകെയുള്ളത് കുറക്കാം. 35 കുറക്കണം 24 സമം എത്രയാണ്? എങ്ങനെ കണക്കാക്കാം? 35 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 30 കൂട്ടണം 5 കുറക്കണം 20 കൂട്ടണം 4 സമം 30ൽ നിന്ന് 20 കുറച്ചാൽ 10 കൂട്ടണം 5ൽ നിന്ന് 4 കുറച്ചാൽ 1 സമം 11. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കൊമ്പിൽ 11 കുരുവികൾ ഉണ്ടാകും. കുരുവി പറയുന്നത് നോക്കൂ, ഞങ്ങളുടെ എണ്ണം 35. കാക്ക എന്താ പറഞ്ഞേ? 29 പേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കാക്കകളേക്കാൾ എത്ര കൂടുതലാണ് കുരുവികൾ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കുരുവികളുടെ എണ്ണത്തിൽ നിന്ന് കാക്കകളുടെ എണ്ണം കുറക്കണം ആണല്ലോ. 35ൽ നിന്ന് 25 കുറച്ചാൽ 10 ആണ് കിട്ടുന്നത്. ആ 10ൽ നിന്ന് ബാക്കി 4 കുറച്ചാൽ 6 കിട്ടും. ഓക്കെ, അപ്പൊ 35 കുറക്കണം 29 സമം എത്രയാണ്? 6 ആണ്. നോക്കൂ, 35 കുറക്കണം 29 നമുക്ക് 30 + 5 കുറക്കണം 20 + 9 എന്ന് എഴുതി നോക്കാം. നോക്കൂ, 30ൽ നിന്ന് 20 കുറച്ചാൽ 10 ആണ്. പക്ഷെ 5ൽ നിന്ന് 9 കുറക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ആ രീതി ചെയ്യാൻ പറ്റില്ല. മറ്റൊരു രീതി നോക്കൂ, 20 + 15 കുറക്കണം 20 + 9. ഇവിടെ നോക്കൂ, 20ൽ നിന്ന് 20 കുറച്ചാൽ 0 ആണ് കിട്ടുന്നത്. 15ൽ നിന്ന് 9 കുറച്ചാൽ 6. ആ 0യും 6ഉം കൂട്ടിയാൽ നമുക്ക് ഉത്തരം എത്ര തന്നെയാണ് കിട്ടുന്നത്? 6 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നോക്കൂ, 29നോട് എത്ര കൂട്ടിയാൽ 35 കിട്ടും
എന്ന് കണക്കാക്കിയാലും മതിയല്ലോ. ഇതും മതിയല്ലേ. അപ്പം എന്താ ചെയ്യുക? 29 കൂട്ടണം 1 സമം 30. ഈ 30ലേക്ക് 35 ബാക്കി എത്രയാണ് കൂട്ടുക? 5 കൂട്ടലല്ലേ. 30 + 5 സമം 35. ഇനി നമ്മൾ കൂട്ടിയ സംഖ്യകൾ തമ്മിൽ പരസ്പരം കൂട്ടണം. 1 + 5 സമം 6. ഇപ്പോഴും നമുക്ക് 6 എന്ന ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. കുരുവികളുടെയും തത്തകളുടെയും എണ്ണത്തിന്റെ വ്യത്യാസം എത്രയാണ്? കാക്കകളും കുരുവികളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി തത്തകളും കുരുവികളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. കുരുവികളുടെ എണ്ണം 35, അതിൽ നിന്ന് തത്തകളുടെ എണ്ണം കുറക്കണം. 35 കുറക്കണം 16. അപ്പം എങ്ങനെയാ ചെയ്യുക? 35 എന്ന് പറയുന്നത് 30 + 5 കുറക്കണം 10 + 6 അല്ലേ. അപ്പം നോക്കൂ, 30 നിന്ന് 10 കുറച്ചാൽ 20. പക്ഷെ 5 നിന്ന് 6 കുറക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ ഇനി എങ്ങനെയാ ചെയ്യുക? 35-ന് നമ്മൾ 20 + 15 എന്ന് എഴുതി, 10 + 6 എന്ന് 16-നെയും എഴുതി. എന്നിട്ട് കുറച്ച് നോക്കി. 20 നിന്ന് 10 കുറച്ചപ്പോൾ 10. 15 നിന്ന് 6 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 9 കിട്ടുന്നത്. ഇനി 10ഉം 9ഉം കൂടി കൂട്ടി നോക്കിയാൽ 19 എന്നുള്ള ഉത്തരം കിട്ടും. അവിടെ നോക്കൂ, 15 നിന്ന് 6 കുറക്കാൻ 15 കുറക്കണം 5 സമം 10 കിട്ടി നമുക്ക്. ബാക്കി 10ൽ നിന്ന് 1 കുറച്ചപ്പോൾ 9 എന്ന് കിട്ടി. ഓക്കെ. ഇനി നോക്കൂ, കുരുവികളേക്കാൾ എത്ര കുറവാണ് പരുന്തുകൾ? പരുന്തുകളാകെ 19 എണ്ണമായിരുന്നു, കുരുവികൾ 35 എണ്ണം. അതിപ്പോ നോക്കൂ, പരുന്ത് എന്താ പറയുന്നത്? കുരുവികൾ 35ഉം ഞങ്ങൾ 19ഉം ആണല്ലോ. അപ്പൊ എന്താ ചെയ്യാം? 35 കുറക്കണം 19 ചെയ്യാം. ഞാൻ കണക്കാക്കിയത് നമ്മൾ എങ്ങനെ കണക്കാക്കുക? 35-നെ 20 + 15 എന്ന് എഴുതി, മൈനസ് 19-നെ 10 + 9 എന്ന് എഴുതി. 20-ൽ നിന്ന് 10 കുറച്ചാൽ 10, 15-ൽ നിന്ന് 9 കുറച്ചാൽ 6. 10 കൂട്ടണം 6 സമം 16. ഓക്കെ. ഇങ്ങനെയും കണക്കാക്കാം. 35-ൽ നിന്ന് 20 കുറച്ച് 1 കൂട്ടി. എന്താ ചെയ്തത്? 19 കുറക്കുന്നതിന് പകരം 20 കുറച്ചു. എന്നിട്ട് അതിലേക്ക് 1 കൂട്ടി. 35 കുറക്കണം 20 എത്രയാണ്? 15. പിന്നെ ആ 15ലേക്ക് 1 കൂട്ടി. അപ്പോഴും എത്ര തന്നെയാണ് ഉത്തരം കിട്ടിയത്? 16 തന്നെയാണ് ഉത്തരം കിട്ടിയത്. അടുത്ത നോക്കൂ, ഫൈനൽ മത്സരം കാണാൻ 42 പക്ഷികളെത്തി. അവർ 4 കൊമ്പുകളിലായി ഇരുന്നു. ഒന്നാമത്തെ കൊമ്പിൽ 10 പേർ, രണ്ടാമത്തെ കൊമ്പിൽ 9 പേർ, മൂന്നാമത്തെ കൊമ്പിൽ 10 പേർ. ബാക്കിയുള്ളവർ 4ാമത്തെ കൊമ്പിലും ഇരുന്നു. അപ്പോൾ 4ാമത്തെ കൊമ്പിൽ എത്ര പക്ഷികളുണ്ടാവും മക്കളെ? ആദ്യം എന്താ ചെയ്യുക? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും കൂടി കൂട്ടി നോക്കുക. നമ്മൾ 10 കൂട്ടണം 9 കൂട്ടണം 10 എത്ര കിട്ടും? 29 എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് ആകെ 42 പേരാണുള്ളത്, അതിൽ നിന്ന് 29 കുറച്ചാൽ മതി. നോക്കൂ, അപ്പം എത്ര നമുക്ക് കിട്ടും? 42-നെ നമുക്ക് 30 കൂട്ടണം 12 എന്ന് എഴുതിക്കൂടെ? 30 കൂട്ടണം 12 കുറക്കണം 20 കൂട്ടണം 9. 30-ൽ നിന്ന് 20 കുറച്ചാൽ 10. 12-ൽ നിന്ന് 9 കുറച്ചാൽ 3. ഇനി ആ 10ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 13 എന്ന ഉത്തരം കിട്ടും. 42-ൽ നിന്നും 30 കുറച്ചാൽ 12 ആണല്ലോ. അപ്പോൾ 42-ൽ നിന്നും 29 കുറച്ചാൽ എത്രയാവും? 13. ഇങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് നോക്കൂ. 42 കുറക്കണം 29 സമം 30 + 12 കുറക്കണം 20 + 9. 30-ൽ നിന്ന് 20 കുറച്ചാൽ 10, 12-ൽ നിന്ന് 9 കുറച്ചാൽ 3, രണ്ടും കൂട്ടിയാൽ 13. മറ്റേതെങ്കിലും വഴിയുണ്ടോ? ഇനി ഏതെങ്കിലും വഴിയുണ്ടോ? നമുക്ക് 42 കുറക്കണം 30 സമം 12 എന്ന് എഴുതാം. എന്നിട്ട് ഈ 12ലേക്ക് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 13 കിട്ടും. ഓക്കെ. എന്താ ഇവിടെ ചെയ്തത്? 42-ൽ നിന്നും കുറക്കാനുള്ളത് 29 പക്ഷെ നമ്മളിവിടെ 30 കുറച്ചത്. ഓക്കെ. ബാക്കിയുള്ള 1 നമ്മൾ എന്താ ചെയ്തത്? 12ലേക്ക് കൂട്ടിക്കൊടുത്തു. 12 കൂട്ടണം 1 സമം 13 എന്ന ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ. അടുത്തത് എന്താണ്? അമ്പെറിഞ്ഞു കളി. അമ്പെറിഞ്ഞു കളിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. മാൻ, കുരങ്ങൻ, മയില്, ഒരുപാട് പേരുണ്ട് അല്ലേ. നോക്കൂ, നമുക്ക് അവിടെ ഒരു ചക്രം പോലുള്ളൊരു ചിത്രം തന്നിട്ടുണ്ട്.
അതിൽ പല പല നമ്പറുകളുണ്ട് അല്ലേ. അവിടെ നോക്കൂ, ഒരാൾക്ക് 2 അമ്പുകൾ എറിയാം. കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കളത്തിലുള്ള പുറത്തെ സംഖ്യ തന്നെ ആയാൽ 50 രൂപ സമ്മാനം. ഇത് നോക്കൂ, കുറുക്കൻ എന്താ പറയുന്നത്? എനിക്ക് 60ഉം 28ഉം കിട്ടി. കുറുക്കന് സമ്മാനം കിട്ടുമോ എന്ന് കണക്കാക്കാം അല്ലേ. എങ്ങനെയാ മക്കളെ ചെയ്യുക? 60ൽ നിന്ന് 28 കുറച്ചാൽ മതി. ഓക്കെ, 60ന് നമുക്ക് എന്ത് ചെയ്യാം? 50 കൂട്ടണം 10 എന്നെഴുതാം. 28ന് 20 കൂട്ടണം 8 എന്നും എഴുതാം. ഓക്കെ, 50 കൂട്ടണം 10 കുറക്കണം 20 കൂട്ടണം 8. 50ൽ നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? 30. പ്ലസ് 10ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 2. എത്രയാ കിട്ടുന്നത്? 32 കിട്ടുന്നത് അല്ലേ. അപ്പോൾ കുറുക്കന് സമ്മാനം കിട്ടും മക്കളെ? കിട്ടും അല്ലേ. നോക്കുക, അതിൽ 32 എന്ന സംഖ്യയുണ്ട്. അതുകൊണ്ട് കുറുക്കന് സമ്മാനം കിട്ടും. ഇനി നമുക്ക് അതിന് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇവരിൽ സമ്മാനം കിട്ടിയവർ ആരെല്ലാം എന്നാണ് ചോദ്യം. കരടിയുടേതും കുരങ്ങൻ്റെതും മയിലിൻ്റെയും മാനിൻ്റെയും എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. കരടിക്ക് നോക്കൂ, 60 കുറക്കണം 20. അപ്പം എങ്ങനെയായിരിക്കും ചെയ്യുക? 60ൽ നിന്ന് 20 പോയാൽ എത്രയായിരിക്കും മക്കളെ? 40 ആയിരിക്കും അല്ലേ. അപ്പം നോക്കൂ, 40 നമുക്ക് അവിടെ തന്നിട്ടുണ്ടോ? ആ സംഖ്യകളിൽ 40 ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് കരടിക്ക് സമ്മാനം കിട്ടും. നോക്കൂ, കുരങ്ങൻ്റേത് 28 കുറക്കണം 16 ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുക? 28ന് നമുക്ക് 20 + 8 എന്നെഴുതാം. കുറക്കണം 10 + 6 സമം 20ൽ നിന്ന് 10 കുറച്ചാൽ 10 പ്ലസ് 8ൽ നിന്ന് 6 കുറച്ചാൽ 2 സമയം എത്രയാണ് കിട്ടുന്നത്? 12 കിട്ടുന്നത്. 12 അറിഞ്ഞിട്ടുണ്ടോ മക്കളെ? ഉണ്ടല്ലേ. അപ്പോൾ കുരങ്ങച്ചനും സമ്മാനം കിട്ടും. അടുത്തത് മയിലാണ്. മയിലിൻ്റേത് 50ഉം 36ഉമാണ്. 50 കുറക്കണം 36 എങ്ങനെയാണ് ചെയ്യുക? 50ന് നമുക്ക് 40 കൂട്ടണം 10 എന്ന് എഴുതാം. മൈനസ് 30 കൂട്ടണം 6. 40ൽ നിന്ന് 30 കുറച്ചാൽ എത്രയാണ്? 10 കൂട്ടണം 10ൽ നിന്ന് 6 കുറച്ചാൽ 4 സമം 14. 14 ഉണ്ടോ അതിൽ? ഉണ്ടല്ലേ. അപ്പോൾ മയിലിനും സമ്മാനം കിട്ടും. അവസാനമായിട്ട് മാനാണുള്ളത്. മാനിൻ്റേത് നോക്കൂ, 36ൽ നിന്ന് 28 കുറക്കേണ്ടത്. 36ന് 20 കൂട്ടണം 16 എന്നെഴുതി കുറക്കണം 20 കൂട്ടണം 8. 20ൽ നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? 0. 16ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 8 അല്ലേ. അപ്പോൾ നോക്കൂ, 8 എന്ന നമ്പർ അവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് മാനിന് സമ്മാനം ഉണ്ടാവില്ല. സമ്മാനം കിട്ടിയവർ ആർക്കൊക്കെ കിട്ടി? കുറുക്കൻ, കരടി, കുരങ്ങൻ, മയിൽ. ഇത്രയും പേർക്കാണ് സമ്മാനം കിട്ടിയത്. പഴക്കട. കുരങ്ങൻ 40 രൂപയ്ക്ക് വാഴപ്പഴവും 45 രൂപയ്ക്ക് മാമ്പഴവും വാങ്ങി. 2 50 രൂപ നോട്ട് കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടി എന്നാണ് ചോദ്യം. 2 50 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50 കൂട്ടണം 50 സമം 100 രൂപയായിരിക്കും. ആകെ എത്ര രൂപ ആയിട്ടുണ്ടാവും കടയിൽ? നമുക്ക് നോക്കാം. 40 രൂപയ്ക്ക് വാഴപ്പഴവും 45 രൂപയ്ക്ക് മാമ്പഴവുമാണ് വാങ്ങിയത്. 40 കൂട്ടണം 45 എത്രയാണ്? 85 രൂപയാണ് കിട്ടുന്നത് അല്ലേ. ബാക്കി എത്ര കിട്ടിയിട്ടുണ്ടാവും? 100ൽ നിന്ന് 85 കുറച്ചാൽ പോരെ? അതെങ്ങനെ ചെയ്യും? 100ന് നമ്മൾ 90 കൂട്ടണം 10 എന്നെഴുതി കുറക്കണം 80 കൂട്ടണം 5 എന്നെഴുതി. 90ൽ നിന്ന് 80 കുറച്ചാൽ എത്രയാണ്? 10 കൂട്ടണം 10ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 5. ഇനി ബാക്കിയുള്ള ഈ 10ഉം 5ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ ബാക്കി എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 15. ഇനി നോക്കൂ, ആനച്ചേട്ടൻ ഓലയും കരിമ്പും വാങ്ങി. രണ്ടിനും കൂടി 90 രൂപയായി. കരിമ്പിന് 62 രൂപയാണ് വില. ഓലയ്ക്ക് എത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത്. ആനച്ചേട്ടൻ ആകെ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 90 രൂപയ്ക്കാണ് വാങ്ങിയതല്ലേ. 62 രൂപ കരിമ്പിനായി. അപ്പോൾ ഓലയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം? 90ൽ നിന്ന് 62 കുറച്ചാൽ മതി. 90ന് നമുക്ക് 80 കൂട്ടണം 10 എന്ന് എഴുതാം. കുറക്കണം 60 കൂട്ടണം 2. 80ൽ നിന്ന് 60 കുറച്ചാൽ എത്രയാണ്? 20 കൂട്ടണം 10ൽ നിന്ന് 2 കുറച്ചാലോ? 8 സമം എത്ര കിട്ടും നമുക്ക്? 28 എന്ന് കിട്ടും അല്ലേ. സർക്കസ് 4 മണിക്ക് തുടങ്ങും.
കുരങ്ങന്മാർ 7 പേരും സർക്കസ് കാണാൻ വന്നു. കസേരയ്ക്ക് 20 രൂപയും ഗാലറിക്ക് 10 രൂപയുമാണ്. എല്ലാവർക്കും കൂടി കസേരയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ഗാലറി ടിക്കറ്റിനേക്കാൾ എത്ര രൂപ കൂടുതൽ എടുക്കണം എന്നാണ് ചോദ്യം. വെവ്വേറെ കണക്കാക്കാതെയും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നോക്കൂ, കസേരയിലാണെങ്കിൽ ഒരാൾക്ക് 20 രൂപയല്ലേ. അപ്പോൾ 7 പേരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 7 പ്രാവശ്യം 20 കൂട്ടണം. അപ്പോൾ നമുക്ക് 140 രൂപ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഗാലറിയിലാണെങ്കിലോ ഒരാൾക്ക് 10 രൂപയാണ് അല്ലേ. അപ്പോൾ 10 പ്രാവശ്യം 7 കൂട്ടണം. 7 പ്രാവശ്യം 10 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 70 ആണ്. അപ്പോൾ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഗാലറി ടിക്കറ്റിനേക്കാൾ എത്ര കൂടുതലാണ് കസേരയുടെ ടിക്കറ്റ് എന്നാണ്. അപ്പോൾ എന്താ ചെയ്യുക? 140 നിന്ന് ഈ 70 കുറച്ചാൽ മതി. എങ്ങനെ കുറക്കും നമ്മൾ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 140-നെ 100 കൂട്ടണം 40 എന്ന് എഴുതാം, കുറക്കണം. 70-നെ 60 കൂട്ടണം 10 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി കുറക്കുമ്പോൾ എത്ര കിട്ടും? 100 നിന്ന് 60 കുറച്ചാൽ എത്രയാണ്? 40. കൂട്ടണം 40 നിന്ന് 10 കുറച്ച് എത്രയാണ്? 30. അപ്പം എത്ര കിട്ടി മക്കളെ നമുക്ക്? 30 40 കൂട്ടിയാൽ 70 എന്നുള്ള ഉത്തരം കിട്ടും അല്ലേ. എത്ര മുയലുകൾ? കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി മുയലുകളും വന്നു. ആകെ 85 മുയലുകളുണ്ട്. അവരിൽ 23 പേർ കുഞ്ഞു മുയലുകളാണ്. വലിയ മുയലുകൾ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം എന്താ ചെയ്യുക? 85 നിന്ന് 23 കുറച്ചാൽ മതി. നോക്കൂ, 85-ന് നമുക്ക് 80 കൂട്ടണം 5 എന്ന് എഴുതാം, കുറക്കണം. 23-ന് 20 കൂട്ടണം 3 എന്ന് എഴുതാം. 80-ൽ നിന്ന് 20 കുറച്ചാൽ 60 ആണ്. അതുപോലെ 5-ൽ നിന്ന് 3 കുറച്ചാൽ 2. അപ്പോൾ 60 കൂട്ടണം 2 എത്രയാണ്? 62. ആകെയുള്ളവയിൽ 38 എണ്ണം പെൺമുയലുകളാണ്. എത്ര ആൺമുയലുകൾ എന്നാണ് ചോദിച്ചത്. അപ്പം എന്താ ചെയ്യുക? 85 കുറക്കണം 38 ചെയ്താൽ മതി. 85-നെ 70 കൂട്ടണം 15 എന്നെഴുതി, കുറക്കണം. 30 കൂട്ടണം 8. ഇനി നോക്കൂ, 70-ൽ നിന്ന് 30 കുറച്ചാൽ എത്രയാണ്? 40. പ്ലസ് 15-ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 7. അപ്പം എത്ര കിട്ടി? 40 കൂട്ടണം 7 സമം 47 എന്ന് കിട്ടിയല്ലേ. അപ്പം 47 ആൺമുയലുകളാണ് ഉള്ളത്. അടുത്തത് നോക്കൂ, ഞാവൽപ്പഴം. ഞാവൽപ്പഴം കുട്ടയിലാക്കാൻ മത്സരത്തിന് ഫൈനലിൽ 3 പേരാണ് മത്സരിച്ചത്. ഓരോരുത്തരും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം നോക്കൂ. ഓരോരുത്തരും 3 തവണ കുട്ടയിലാക്കിയ എണ്ണം കണ്ടെത്തി എഴുതൂ എന്നാണ് ചോദ്യം. പേര് ജിമ്പുക്കുരങ്ങൻ. ആകെ ജിമ്പുക്കുരങ്ങൻ എത്ര കളക്ട് ചെയ്തിട്ടുണ്ട്? 89 ഞാവൽപ്പഴങ്ങൾ കുട്ടയിലാക്കി. 1-ാം തവണ 22 എണ്ണവും 2-ാം തവണ 27 എണ്ണവും കുട്ടയിലാക്കി. അപ്പോൾ 3-ാം തവണ എത്ര കുട്ടയിലാക്കിയിട്ടുണ്ടാവും? അതെ, 22-ഉം 27-ഉം കൂട്ടുക, എന്നിട്ട് 89-ൽ നിന്ന് കുറച്ചാൽ മതി. നോക്കൂ, 27-ഉം 22-ഉം കൂട്ടിയാൽ 49 നമുക്ക് കിട്ടുന്നത്. ഈ 89-നെ 49-ൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? 40 എന്ന് കിട്ടും അല്ലേ. ഇത് നോക്കൂ, വിട്ടുമുയലിന് ആകെ 72 എണ്ണമാണ് കിട്ടിയത്. 1-ാം തവണ 24 എണ്ണവും 2-ാം തവണ 29 എണ്ണവും കൊട്ടയിലാക്കി. 3-ാം തവണ എത്ര എണ്ണം കൊട്ടയിലാക്കിയിട്ടുണ്ടാവും? 24-ഉം 29-ഉം കൂട്ടുക, 72-ൽ നിന്ന് കുറക്കുക. 24-ഉം 29-ഉം കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 53 ആണ്. 72-ൽ നിന്ന് 53 കുറച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നോക്ക്, ടീച്ചർ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 19 കിട്ടുന്നത്. അവസാനത്തെ ആൾ ആരാണ്? ചെമ്പൻ അണ്ണാനാണ്. ചെമ്പൻ അണ്ണാൻ ആകെ 90 എണ്ണമാണ് കുട്ടയിലാക്കിയിട്ടുള്ളത്. 1-ാം തവണ 23 എണ്ണവും 2-ാം തവണ 28 എണ്ണവുമാണ് കുട്ടയിലാക്കിയിട്ടുള്ളത്. 3-ാം തവണ എങ്ങനെ കണ്ടുപിടിക്കും? 23-ഉം 28-ഉം കൂട്ടുക, എന്നിട്ടത് 90-ൽ നിന്ന് കുറച്ചാൽ മതി. 23-ഉം 28-ഉം കൂട്ടിയപ്പോൾ 51 നമുക്ക് കിട്ടിയത്. ഇനി 90-ൽ നിന്ന് കുറക്കുന്നത് നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? അതെ, 39 നമുക്ക് കിട്ടിയത് അല്ലേ. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ് ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ 2-ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി,
താങ്ക്